അജയൻ്റെ രണ്ടാം മോഷണം ഫസ്റ്റ് ഷോ തന്നെ കണ്ടിരുന്നു. രാവിലെ 10 മണിക്കായിരുന്നു ഷോ. ഫസ്റ്റ് ഷോ തന്നെ കണ്ടു. നിങ്ങൾ പടം ഇവിടെ എക്സ്പെക്റ്റ് ചെയ്താൽ പടം ഇവിടെ നിൽക്കും. അതിനുള്ള സാധനം ജിതിൻ ലാൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ പടത്തെ പറ്റി പറയുന്നതിന് മുമ്പേ ഇതായിരുന്നു ഞാൻ തിയേറ്ററിൽ കണ്ട വിഷ്വൽ. അതായത് തിയേറ്ററിലേക്കൊന്നും ഒരാളും വരുന്നില്ല. മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പോലും ഇന്ന് 12-ാം തീയതി, ഇന്ന് 12 നൈറ്റുള്ള ഒന്നും ബുക്കായിട്ട് പോലുമില്ല. പല തിയേറ്ററും, അത് ഞാൻ പട്ടാമ്പി നോക്കി, ഷൊർണൂർ നോക്കി, തൃശ്ശൂർ നോക്കി, ഒരുപാട് തിയേറ്ററിൽ ആൾ വരാത്തൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ ആരും തിയേറ്ററിലേക്ക് വരാത്തൊരു ഒരു നേച്ചറാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. പക്ഷേ അത് ഭയങ്കര പെത്തറ്റിക്കാണ്. കാരണം ഒരു സൈഡിൽ ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിലും ജയൻ്റെ രണ്ടാം മോഷണം പോലൊരു പടം തിയേറ്ററിൽ വരുമ്പോൾ ഇത്രയും ടെക്നിക്കാലിറ്റീസ് വെച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തൊരു പടം നമ്മൾ തിയേറ്ററിൽ ഫെയിൽ ആവാമെന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു സങ്കടമില്ല. ഇപ്പോൾ പഴയ പടങ്ങൾ ഹിറ്റായില്ലെന്ന് പറഞ്ഞിട്ട് റീമാസ്റ്റർ ചെയ്യുന്ന കാലഘട്ടത്ത് ഇപ്പോൾ എടുത്തൊരു പടം കാണാൻ, ഇന്ന് റിലീസാവുന്ന ഒരു പടം കാണാൻ ഇന്ന് തിയേറ്ററിൽ ആരുമില്ല. അതായത് രാവിലത്തെ ഷോ ഇല്ല, മാറ്റ്നിക്കില്ല, ഫസ്റ്റ് ഷോ ഇല്ല, സെക്കൻഡ് ഷോയിനൊന്നും ടിക്കറ്റ് ഇല്ല. എല്ലാം ടിക്കറ്റും പച്ച, അതായത് ബുക്ക് ഷോ ഷോയിലെല്ലാം പച്ച കത്തിയിട്ടാണ്. ആരും തിയേറ്ററിലേക്ക് വരാത്തൊരു അവസ്ഥയാണ്. മൗത്ത് പബ്ലിസിറ്റി വഴി മാത്രമേ ഈ പടം കയറുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേര് നമ്മളോട് കണ്ട ആൾക്കാരോട് ചോദിച്ചിട്ടാണ് എല്ലാവരും പോകാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് തിയേറ്ററിൽ കണ്ടത്. ആരുമില്ല തിയേറ്ററിൽ. ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോൾ ആരുമില്ല. ഇനി പടത്തെ പറ്റി പറയുകയാണെങ്കിൽ പടം അസാധ്യ പടമാണ്. അതായത് അത് ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു മലയാള പടം ഇത്രത്തോളം ഉയർന്നു വന്നു എന്ന് പറയുന്നതിൽ നമുക്ക് വളരെ സന്തോഷം തന്നെ ഉണ്ട്. കാരണം അത്രയും അടിപൊളി ടെക്നോളജി, അത് ഡയറക്ടർ ആയാലും, അത് എഡിറ്റിംഗ് ആണെങ്കിലും, സിനിമാറ്റോഗ്രാഫി ആയാലും, മ്യൂസിക് ആയാലും എല്ലാം ഒന്നിനോടൊന്നും മെച്ചമാണ്. ഇനി ഡയറക്ഷൻ നമുക്ക് ഓരോന്ന് വെച്ച് തുടങ്ങുകയാണെങ്കിൽ, ഡയറക്ഷൻ വെച്ച് തുടങ്ങുകയാണെങ്കിൽ ജിതിൻ ലാൽ നമ്മുടെ മൂന്നാമത്തെ, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡയറക്ഷനും പിന്നെ അതിന് മുന്നേ 2 അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. പക്ഷേ ഫസ്റ്റ് പടം തന്നെ ഇത്രയും ഗംഭീരമായി ചെയ്തിട്ടെങ്കിൽ അത് ഒരു ഹാറ്റ്സ് ഓഫ് തിങ് തന്നെയാണ്. കാരണം അതിൻ്റെ ഡയറക്റ്റ് ചെയ്ത മെത്തേഡ്, അതായത് ഓരോ സിറ്റുവേഷൻസ് സ്റ്റാക്ക് ചെയ്ത മെത്തേഡാണെങ്കിലും, അല്ലെങ്കിൽ എഡിറ്റ് ഇന്ന രീതിയിൽ അത് വേണം, അത് ആൾക്കാരെ ഇങ്ങനെ കൺവിൻസ് ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ, അത് നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാക്കി തരുന്ന മെത്തേഡൊക്കെ സ്റ്റണ്ണിങ് ആണ്. ഇന്ന സിറ്റുവേഷൻസ് ഇന്ന രീതിയിൽ വേണം, ഈ രീതിയിലുള്ള ഗ്രാഫിക്സ് ഇവിടെ വേണം എന്നൊക്കെ ചിന്തിച്ച് അത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ അത് ചിന്തിച്ച് കൊണ്ട് അത് എഡിറ്റ് ചെയ്തൊരു മെത്തേഡ് ഉണ്ട്. അത് അടിപൊളി, അത് പറയാതിരിക്കാൻ വയ്യ. 2 ആക്ടിങ്. ടൊവിനോ 3 ക്യാരക്ടറിലാണ് വരുന്നത്. അതായത് അത് എല്ലാവർക്കും അറിയാം, 3 ക്യാരക്ടറാണ് വരുന്നത്. അതിൽ മണിയൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ആ ക്യാരക്ടർ കാണാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് തിയേറ്ററിൽ പോവാം. അത് മാത്രം മതി. അതായത് മണിയൻ്റെ വിഷ്വൽസ് കാണാൻ വേണ്ടി മാത്രം നമുക്ക് തിയേറ്റർ പോകാം. അത് തിയേറ്ററിൽ തന്നെ അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. ബാക്കി 2 ക്യാരക്ടേഴ്സും വളരെ അടിപൊളിയാണ്. പക്ഷേ ഈ മണിയൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്ത് വെച്ചത് അത് പറയാൻ വയ്യ. അത്രയും അടിപൊളിയായിട്ടാണ് അത് ടൊവിനോ ചെയ്ത് വെച്ചത്. ടൊവിനോന് ഒരു ഹാറ്റ്സ് ഓഫ്. ഇനി ബാക്കി നടന്മാർ, അതിൽ ഒരുപാട് പേരുണ്ട്. നമ്മുടെ നമ്മളറിയാത്ത കുറേ പേര് ഇടയിൽ കയറി വരുന്നുണ്ട്. അതായത് ഞാനത് അറിഞ്ഞില്ല, അത് ട്രെയിലറിൽ കാണാത്തതായ കുറച്ച് പേര് സ്പെഷ്യൽ ഗസ്റ്റുകളായിട്ട് പെട്ടെന്ന് പടത്തിൽ കയറി വരുന്നുണ്ട്. അതല്ലാതെ മുൻനിരയിലുള്ള എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്, മണിയൻ്റെ മാത്രം സിറ്റുവേഷൻ വെച്ചിട്ട് ഒരു പുതിയ കഥ ഇറക്കിയ അത് ഗംഭീരമാവും. കാരണം അതിൻ്റെ വിഷ്വൽസും മണിയൻ്റെ സിറ്റുവേഷനും അത് പോയ മെത്തേഡും അതിൻ്റെ സിറ്റുവേഷൻസൊക്കെ ഗംഭീരമായിരുന്നു. അതിൻ്റെ കളർ ഗ്രേഡ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. അഭിനയം, അത് അജയൻ്റെ അഭിനയം, മണിയൻ്റെ അഭിനയമൊക്കെ ഭയങ്കര രസമുള്ള അഭിനയങ്ങളായിരുന്നു. ആക്ടിങ് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെ സിനിമാറ്റോഗ്രാഫിയാണ്. അതായത് അതിലത്തെ ഓരോ ബ്യൂട്ടിഫുൾ ഷോട്ടുകൾ, എടുത്ത മെത്തേഡ് കാണാൻ അത് നടന്മാരാണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും അത് ഒപ്പിയെടുക്കാന്ന് പറയില്ല. അതിൽ കൃതി ഷെട്ടിയൊക്കെ ഒരു നാടൻ ലുക്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. ആ നാച്ചുറൽ ലൊക്കേഷൻസ് ആണെങ്കിലും എടുത്തു വെച്ച ഷോട്ടുകളാണെങ്കിലും എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. അതായത് മലയാള സിനിമയിലത്തെ സിനിമാറ്റോഗ്രഫി വേറെ ലെവൽ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയില്ലേ, അതിലേക്ക് ഇതും ഒരു മാതൃകയാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനി ആർട്ട് ടീമാണെങ്കിലും പല ഷോട്ടുകൾ, ഒരു ഗുഹയുടെ ഷോട്ട്, ഒരുപാട് ഷോട്ടുകൾ നമുക്ക് ഭയങ്കര നമ്മൾ മനസ്സിലാവാത്ത അത്രയും അടിപൊളിയുള്ള ഷോട്ടുകൾ വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കുറേ ആർട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഷോട്ടുണ്ട്, അത് നമ്മൾ പറഞ്ഞ് അത് റിവീൽ ചെയ്യുന്നില്ല. അതെല്ലാം ആർട്ട് വർക്ക് ടീം ഭയങ്കര ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ ആർട്ട് വർക്കിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും അടിപൊളിയായി ചെയ്തിട്ടുള്ള ലൈറ്റിങ്, അതായത് പല രീതിയിലുള്ള ലൈറ്റിങ്ങും കളർ ഗ്രേഡിങ്ങും ചെയ്ത് ഓരോ വിഷ്വലും ബ്യൂട്ടിഫുള്ളാണ്. അതിനെല്ലാം എടുത്ത് നിൽക്കുന്ന ഒന്നാണ് എഡിറ്റിങ്. ഇത് എഡിറ്റിംഗ് ചെയ്ത ആൾക്ക് അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ
ട്രാൻസിഷൻസ് യൂസ് ചെയ്താണെങ്കിലും കളർ ഗ്രേഡ് യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിലും കളറിങ് യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിലും ലൈറ്റ് വെച്ച ആംഗിൾ ആണെങ്കിലും എല്ലാം ബ്യൂട്ടിഫുൾ. അതായത് കളറിൽ ബ്ലൂ വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, ഗ്രീൻ വരുന്നുണ്ട്. പല ഷോട്ടും ഭയങ്കര രസത്തിലാണ് ചെയ്തിട്ടുള്ളത്. പല ലൈറ്റുകളാണ്, പേർപ്പിൾ ലൈറ്റ് വരെ പല സിറ്റുവേഷൻ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ലൈറ്റിംഗ് കൊണ്ടും കളർ ഗ്രേഡിങ് കൊണ്ടും അതിമനോഹരമായിട്ടാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ള ഷോട്ടുകൾ. ഇനി അടുത്ത് പറയുന്നത് ദിബു 99. അടിപൊളി മ്യൂസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കൊക്കെ വേറെ ലെവലാണ്. അതായത് നമ്മൾ ഇന്നേ വരെ കണ്ട് ശീലിക്കാത്ത വേറൊരു രീതിയിലുള്ളൊരു മ്യൂസിക്. അതായത് നമ്മൾ യൂഷ്വലി കേട്ട് പരിചയമില്ലാത്ത രീതിയിലുള്ള കുറേ മ്യൂസിക്കും BGMs ആണല്ലോ. BGM ഒക്കെ വേറെ ലെവൽ സാധനമുണ്ട്. അതായത് ഫൈറ്റിൻ്റെ ഒക്കെ ഇടയിൽ നമുക്ക് കൊണ്ടുവയ്ക്കുന്ന കുറച്ച് BGMs ഉണ്ട്. അത് ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഫൈറ്റ്. അതായത് 3 തലമുറയിലുള്ള 3 പേർക്കും ഫൈറ്റ് ഉണ്ടെങ്കിലും അതിൽ മണിയൻ്റെ ഫൈറ്റ് അസാധ്യം. അതായത് നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടായിരുന്നു തെങ്ങിൻ തോപ്പിൻ്റെ ഉള്ളിലുള്ള ഫൈറ്റും ഒരു തോപ്പിൻ്റെ ഉള്ളിലുള്ള ഫൈറ്റൊക്കെ. അതെല്ലാം അതിഗംഭീരമാണ്. അതായത് നൈറ്റ് ഷൂട്ടിൽ പോലും അതിൽ കളർ കാണണമെങ്കിൽ നിങ്ങളത് തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ്. അതായത് ഫോണിലൊന്നും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവില്ല. അത്രയും കളേഴ്സാണ് അതിൽ. അതായത് വെള്ളത്തിലേക്ക് വീഴുമ്പോൾ വെള്ളത്തിൻ്റെ ഡ്രോപ്ലെറ്റ്സ് പോകുന്നൊരു ഷോട്ടൊക്കെ ഉണ്ട്. ആ സെയിം ഷോട്ട് ആ ഒരു ട്രെയിലറിലുണ്ട്. അത് തിയേറ്ററിൽ കാണാൻ ആ വലിയ സ്ക്രീനിൽ അത് കാണുമ്പോഴൊരു എഫക്റ്റ് അത് ഭയങ്കര രസമാണത്. പക്ഷേ എത്രയൊക്കെ നന്നായാലും നമ്മുടെ ജനങ്ങൾ തിയേറ്ററിലേക്ക് പോകത്ത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം. അതായത് ഈ ARM ഇതിൻ്റെ പ്രൊമോഷൻ തുടങ്ങിയ സമയം മുതൽ ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. അങ്ങനെ തന്നെ കുറേ പേര് എക്സൈറ്റ്മെൻറ്റിലാണെന്ന് അറിഞ്ഞിരുന്നു. പക്ഷേ വളരെ തിരക്ക് കുറവായിരുന്നു. നമ്മുടെ തൃശ്ശൂരാണെങ്കിലും പട്ടാമ്പി. ഞാൻ ഈവൻ ഫസ്റ്റ് ഷോ, അതായത് ഫസ്റ്റ് 11 ഷോ കഴിഞ്ഞിറങ്ങിയിട്ട് ഞാൻ നോക്കുമ്പോൾ പോലും ബുക്ക് മൈ ഷോയിൽ നൈറ്റ് ഷോസ് ബുക്കായിട്ടില്ല. അത് വളരെ സങ്കടം തോന്നുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി. കാരണം തിയേറ്റർ എഫക്റ്റ് എന്ന് വെച്ചാൽ സൗണ്ട് ഒരുപാട് ഡോൾബി അറ്റ്മോസ് സെറ്റിങ്സ് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് സൗണ്ടൊക്കെ നമ്മുടെ ചെവിയിൽ അങ്ങനെ ഇങ്ങനെയും ഫ്ലൈ ചെയ്യുന്ന എഫക്ട്സാണ് വരുന്നത്. സോ അതെല്ലാം തിയേറ്ററിൽ തന്നെ പോയി കാണാം. അല്ലാതെ ആരും അത് ബോയ്ക്കോട്ട് എന്ന രീതിയിൽ ആരും ഇരിക്കരുത്. ഒരു തിയേറ്റർ സംഭവം എക്സ്പീരിയൻസ് വളരെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക.